ലൂസിഫർ എന്നാൽ ദൈവത്തിന്റെ ശത്രു എന്നാണ് അർത്ഥം. എന്ത് കുറ്റം ചെയ്തിട്ടാണ് ലൂസിഫറിനെ ദൈവം ശത്രുവാക്കിയത്? ലൂസിഫറിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ നീ വണങ്ങണം എന്ന്. നീ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടതും സൗന്ദര്യമുള്ളതും എനിക്കാണെന്നും അതുകൊണ്ട് തന്നെ നീ മണ്ണിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ വണങ്ങില്ല എന്നും ലൂസിഫർ പ്രതികരിച്ചു. ഇതാണ് ദൈവവും ലൂസിഫറും തമ്മിൽ തെറ്റാനുള്ള യഥാർത്ഥ കാരണം. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ വണങ്ങണമെന്ന് ലൂസിഫറിനോട് പറഞ്ഞ ദൈവം മനുഷ്യനോട് പറഞ്ഞു, എന്റെ സൃഷ്ടികളെ നീ വണങ്ങരുത് എന്ന്. മനുഷ്യനെ തന്റെ സൃഷ്ടികളോട് വണങ്ങരുത് എന്ന് പറഞ്ഞ ദൈവം എന്തിന് ലൂസിഫറിനോട് തന്റെ സൃഷ്ടിയായ മനുഷ്യനെ വണങ്ങണം എന്ന് ദൈവം പറഞ്ഞു. ഈ കാരണത്താൽ യുദ്ധം ചെയ്ത് ലൂസിഫർ പുറത്താക്കപ്പെട്ടു, ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഭൂമിയിലെത്തപ്പെട്ട ലൂസിഫർ വീണ്ടും ദൈവത്തിനെതിരെ പ്രവർത്തിച്ചു എന്നാണ് കഥ. ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട രണ്ട് മനുഷ്യർ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. അവർക്ക് വികാരങ്ങളോ വിചാരങ്ങളോ നാണമോ ഇല്ലായിരുന്നു. അവർക്ക് ഒരു ആപ്പിളിലൂടെ ലൂസിഫർ എന്ന ചെകുത്താൻ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും അനുഭൂതി നിറഞ്ഞ ലൈംഗിക സുഖം നൽകുകയും ചെയ്തു. അതിലൂടെ മനുഷ്യൻ ഭൂമിയിൽ വർദ്ധിക്കാനുള്ള കാരണമായി. അതും ലൂസിഫർ എന്ന് ചെകുത്താൻ ചെയ്ത കുറ്റമായി മാറി. ഒരു മനുഷ്യൻ സ്വന്തം കുഞ്ഞിനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ വാളിൽ പിടിച്ചുകൊണ്ട് ലൂസിഫർ എന്ന ചെകുത്താൻ പറഞ്ഞു, മനുഷ്യ, നീ അവനെ കൊല്ലരുത്, ഇവൻ നിന്റെ വംശവർദ്ധനവിന് ആവശ്യമാണ്, നിന്റെ ഏക മകനാണിത്, നീ കൊല്ലരുത് എന്ന്. അതും ലൂസിഫർ എന്ന ചെകുത്താൻ ചെയ്ത കുറ്റമായി മാറി. എല്ലാ കുറ്റങ്ങളും ഏറ്റുവാങ്ങിയ ലൂസിഫർ എന്ന ചെകുത്താന്റെ ജീവിതം പിന്നെയും ബാക്കി.